ബിഫോർ എവ്രിതിങ് എല്ലാവരും എണീറ്റ് നിൽക്കി. ഓക്കെ, സ്റ്റാൻഡിങ് ഓവേഷൻ ഫോർ നമ്മുടെ സ്വന്തം സഞ്ജു സാംസങ് ഗാലക്സി S69 Pro Max. ഗൈസ്, ഇതിനാണ് നമ്മൾ ഓറ ഫാമിംഗ് എന്ന് പറയാ, ഇതിനാണ് നമ്മൾ വായ അടപ്പിക്കുക എന്നൊക്കെ പറയാ. വാവ്, അത്രക്കും ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചില് ബോളേഴ്സ് ഫെയിലായി, ഇറങ്ങിയ ബാക്കിയുള്ള ബാറ്റേഴ്സും ഫെയിലായി. സഞ്ജു മാത്രം അവസാനം വരെ ഒറ്റക്ക് നിന്ന് ഈ ടീമിനെ ജയിപ്പിച്ചു. അങ്ങനെ തന്നെ പറയാ. അങ്ങനത്തെ ഒരു പെർഫോമൻസ് നമ്മൾ ഈ ഗോഡ്സ് പ്ലാൻ എന്നൊക്കെ പറയൂലേ, ഇത്രയും കാലം ഇന്റെ ക്രഷിനെ ഇഗ്നോർ ചെയ്ത പോലെയാണ് സഞ്ജുവിനെ എല്ലാവരും ഇഗ്നോർ ചെയ്തിട്ടുണ്ട്. സഞ്ജുവിനുണ്ടായ വിഷമം എനിക്കും നന്നായിട്ട് അറിയാം. പക്ഷേ ഇനി ഞങ്ങളെ കാല, ഇനിയിപ്പോ ആരെ പകര സഞ്ജുവിനെ ഇറക്കണ്ടി എന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവൂലല്ലോ. മര്യാദക്കാണ് ഇറക്കിക്കൊണ്ടി. അടുത്ത ഒരു വർഷം പിടിച്ചു നിൽക്കാനുള്ളത് സഞ്ജു ഇപ്പൊ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയുള്ള മാച്ചസിൽ ആള് ചെയ്യുന്നത് ബോണസ് മാത്രം. എന്തായാലും വളരെ പേഷ്യന്റ് ആയിട്ട് തന്നെ ആള് കളിച്ചു. 6നും 4നും ബൗണ്ടറി ആവശ്യമുള്ള സമയത്ത് ആള് കറക്റ്റ് സമയത്ത് അത് അടിച്ച് നമ്മളെ ടെൻഷൻ ഒന്ന് കുറച്ചു. പക്ഷേ മാച്ചിന്റെ സ്റ്റാർട്ടിലില്ലേ, കളി കാണുമ്പോൾ ഇങ്ങനെ ടെൻഷൻ ആവുക. കാരണം നമ്മളൊന്ന് തല തിരിക്കുമ്പോഴാവും ബാക്കിയുള്ള ഏതെങ്കിലും ബാറ്റർ ഔട്ടായിട്ടുണ്ടാവുക. അപ്പം അത് സഞ്ജു ആണോ അതോ ഇനി വേറെ ആരെങ്കിലും ആണോ എന്ന് നോക്കി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേനോ. കാരണം മറ്റൊരു വെറുതെ ഔട്ടാവില്ലേനോ. എന്തായാലും എല്ലാവരും ഹാപ്പിയാണ്. ഇന്ത്യ ജയിച്ചു. സഞ്ജുവിന് ആള് ഡിസേർവ് ചെയ്യുന്ന ആ ഒരു അക്നോളജ്മെന്റ് ഇനി കിട്ടും. ആൻഡ് ഇനിയുള്ളത് സെമി ഫൈനൽസ് വേഴ്സസ് ഇംഗ്ലണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും നല്ല രീതിക്ക് പെർഫോം ചെയ്യട്ടെ. അങ്ങനെ ഇന്ന ആളെന്നൊന്നുമില്ല. നിങ്ങളുടെ ഒപ്പീനിയനും ആ ഒരു സമയത്തുള്ള ഇമോഷനും കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ കമന്റ് ചെയ്യട്ടോ. നെക്സ്റ്റ് അപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ്. ആൻഡ് പതിവ് പോലെ ഒന്നും നല്ലത് പറയാനില്ല കേട്ടോ. ഇപ്പൊ ഉള്ളത് ഈ ഒരു വൈറലായ വീഡിയോ ആണ്. ആൻഡ് മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബട്ട് ഒന്നുകൂടെ കാണി. എന്താ ഇത്? ക്ലബിന്റെ കയ്യില് ജേഴ്സി അടിക്കാനുള്ള പൈസ അല്ല. കോച്ചിന് ടീമിന്റെ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ ഈ ഒരു സീസണിൽ നല്ലത് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിലും ഒരു പ്രതീക്ഷയില്ല. പ്ലേയേഴ്സിന് മര്യാദക്ക് കളിക്കാൻ വയ്യ. എന്താണിത്? ആൾക്കാരെന്താ പൊട്ടന്മാരാണോ? ക്ലബിന്റെ കയ്യിൽ ജേഴ്സി അടിക്കാനുള്ള പൈസ ഒന്നും ഇല്ല എന്നാണ് സച്ചിൻ പറയുന്നുണ്ട്. ഓക്കെ, ഇത് ആളൊരു ജോക്കായിട്ട് പറഞ്ഞതാവാം, അല്ലാതിരിക്കാം, അതിലൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഓൾറെഡി ക്ലബിന്റെ പേരിലും മാനേജ്മെന്റിന്റെ പേരിലും ഒക്കെ അത്രക്കും നെഗറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ ആണുള്ളത്. അതിന്റെ മേലക്കാണ് കേട്ടോ ഇത്. ഈ ഒരു വീഡിയോന്റെ താഴെയുള്ള കമന്റ്സ് ഒക്കെ കണ്ടാ ചിരിക്കണോ കരയണോ എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണ്. ഞാൻ ഇപ്പോഴും പറയാ, ISL എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫുട്ബോൾ എന്നുള്ള ഒരു കാര്യം പ്രോഫിറ്റബിൾ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ വരുമാനം കിട്ടാനുള്ള ഒരേ ഒരു ചാൻസ് ഉള്ള ക്ലബ്ബ്, മോഹൻകുമാർ, മുംബൈ അങ്ങനെയുള്ള സ്പോൺസേഡ് ടീമുകളെ മാറ്റി നിർത്തിയ അത് KBFCനുള്ളൂ. കാരണം നമുക്കാണ് എക്സ്റ്റേണൽ സ്പോൺസേഴ്സ് ആയാലും ബാക്കിയുള്ള സപ്പോർട്ട് ആയാലും വ്യൂവർഷിപ്പ് ആണെങ്കിലും ആദ്യമൊക്കെ ഗാലറിയിലും ആൾക്കാരുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്ലബിന് ബാക്കിയുള്ള ക്ലബ്സിന്റെ അത്ര കൂടെ ഫെസിലിറ്റീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. അവിടെയാണ് നമ്മൾ ഈ മാനേജ്മെന്റിന്റെ തെറി പറയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് മര്യാദക്ക് സോർട്ട് ഔട്ട് ചെയ്യുക. മാനേജ്മെന്റ് ആണെങ്കിലും പ്ലേയേഴ്സ് ആണെങ്കിലും കോച്ച് ആണെങ്കിലും. ഇല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഗാലറിയിൽ നിന്നല്ല ഇനി TV പോലും ആരും കളി കാണൂല. ഉള്ള കാര്യം പറഞ്ഞുതരാം. ഈ വെറുപ്പിക്കണീനൊക്കെ ഒരു പരിധി ഉണ്ട്. നെക്സ്റ്റ് പ്രീമിയർ ലീഗ്. അതിൽ തന്നെ ആഴ്സണൽ വേഴ്സസ് ചെൽസി. ആഴ്സണലിന്റെ ബോട്ടിലിംഗ് എക്സ്പെക്ട് ചെയ്തുന്ന ആളുകൾക്ക് സെറ്റ് പീസിൽ മാത്രം ഗോൾ അടിച്ച് ഇവര് ചെൽസിനെ 2-1 തോൽപ്പിച്ചു. ഈ ഒരു സീസണിൽ മാത്രം തോന്നുന്നു 31ാമത്തെ സെറ്റ് പീസ് ഗോളാണ് ഇവരടിച്ചത്. ഞാനൊരു കാര്യം പറയാട്ടോ, നിങ്ങള് ആഴ്സണലിനെ സെറ്റ് പീസ് FC, കോർണർ FC എന്ത് വേണേലും വിളിച്ച് കളിയാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളി, കുഴപ്പമൊന്നുമില്ല. കാരണം ആസ് ലോങ് ആസ് ദേ ആർ വിന്നിങ് ഇറ്റ് ഡസന്റ് മാറ്റർ. കോർണർ ആയാലും സെറ്റ് പീസ് ആയാലും അതൊക്കെ ഫുട്ബോളിലുള്ളതാ. അതടിച്ച് ഗോളാക്കാൻ ഒരു കഴിവ് വേണം. ഈ മാച്ചിലെ മുഴുവൻ ഗോൾ കോൺട്രിബ്യൂഷൻസും ആഴ്സണലിന്റെ ഡിഫൻസിന്റെ ഭാഗത്തു നിന്നാ. അവരടിച്ച 2 ഗോളും അതിന്റെ അസിസ്റ്റ് ആയാലും ഇനിയിപ്പോ ചെൽസി അടിച്ച ഗോൾ ആണെങ്കിലും അത് ഹിൻകാപ്പിയന്റെ പേരിലാണ് വന്നിട്ടുള്ളത്, സെൽഫ് ഗോൾ ആയിട്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ജയിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റൽ പാലസിനെതിരെ 2-1 ജയം. മാച്ചിന്റെ സ്റ്റാർട്ടിൽ തന്നെ ഒരു കിഡിലൻ ഹെഡർ വഴി ലക്വ ക്രിസ്റ്റൽ പാലസിന് ഒരു ലീഡ് നേടിക്കൊടുത്തെങ്കിൽ പോലും ഈ സെയിം പ്ലെയർ പെനാൾട്ടി ആൻഡ് റെഡ് കാർഡ് സെക്കൻഡ് ഹാഫിൽ കൺസീഡ് ചെയ്തതോടെ കളി ക്രിസ്റ്റൽ പാലസിന്റെ കയ്യിൽ നിന്ന് പോയി. ബ്രൂനോ ആ ഒരു പെനാൾട്ടി സ്കോർ ചെയ്യണു. അതിനുശേഷം കുറച്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആൾഡ ക്രോസിലെ ബെഞ്ചമിൻ സെസ്കോ അഗെയിൻ ഫൈൻഡിങ് യുണൈറ്റഡിന്റെ വിന്നിംഗ് ഗോൾ. പോയിന്റ് ടേബിളില് ആഴ്സണലിന് ഇപ്പോൾ 5 പോയിന്റിന്റെ ലീഡ് ഉണ്ട്. പക്ഷേ അവർ എക്സ്ട്രാ ഒരു മാച്ച് കളിച്ചിട്ടുണ്ട്. ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കറന്റ്ലി 3ാം സ്ഥാനത്ത്. വാവ്,
ആ ഒരു UCL ക്വാളിഫിക്കേഷൻ അവരുടെ മുന്നിലുണ്ട് കേട്ടോ. യാ, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. വിഷ്വൽ